നമസ്കാരം, ഞാൻ ഡോക്ടർ അനുപ്രിയ, മെഡിക്കൽ ഓങ്കോളജിസ്റ്റ്, SUT ഹോസ്പിറ്റൽ, പട്ടം. ക്യാൻസർ രോഗനിർണയത്തിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമുക്ക് ബയോപ്സി എടുക്കുക എന്നുള്ളതാണ്. നമുക്കിന്ന് ബയോപ്സിയെ പറ്റി സംസാരിക്കാം. നമുക്ക് ക്യാൻസർ രോഗനിർണയത്തിനായിട്ട് പല വിധത്തിലുള്ള സ്കാനിങ്ങുകളും കാര്യങ്ങളും ഡോക്ടർമാർ ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് ഒരു ഭാഗത്ത് തടിപ്പുണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ രോഗലക്ഷണങ്ങൾ വെച്ച് നിങ്ങൾക്ക് ക്യാൻസർ രോഗബാധിതയാകാനുള്ള അല്ലെങ്കിൽ സാധ്യത കൂടുതലാണെന്നുള്ള കാര്യങ്ങൾ പറയാറുണ്ട്. അപ്പോൾ എപ്പോഴും നമുക്ക് ക്യാൻസർ രോഗനിർണയത്തിനായിട്ട് ബയോപ്സി എന്നുള്ളതാണ് അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം. നമുക്ക് എല്ലാവർക്കും അറിയാം, ക്യാൻസർ രോഗം എന്ന് പറഞ്ഞാൽ നമ്മുടെ കോശങ്ങൾക്കുണ്ടാകുന്ന അനിയന്ത്രിതമായിട്ടുള്ള വളർച്ചയാണ്. അപ്പം ഇത് നമുക്ക് ആ കോശങ്ങളിലെ വളർച്ച എത്രത്തോളം അത് ക്യാൻസറിൻ്റെ ചേഞ്ചസ് ഉണ്ടാക്കുന്നു എന്നുള്ളത് അറിയുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ആ കോശങ്ങൾ എടുത്ത് മൈക്രോസ്കോപ്പിലൂടെ വെച്ച് നോക്കുമ്പോഴത്തേക്ക് ആണ് കൃത്യമായിട്ട് അത് എന്ത് തരത്തിലുള്ള ക്യാൻസർ ആണ് എന്നുള്ള കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് അറിയാൻ പറ്റുന്നത്. അപ്പം ബയോപ്സി ടെസ്റ്റ് നമുക്ക് പല രീതിയിൽ ചെയ്യാൻ പറ്റും. അതായത് FNAC എന്ന് പറഞ്ഞാൽ ചെറിയൊരു നീഡിലിട്ടിട്ട് നമുക്ക് അതിലെ കുറച്ച് 1-2 കോശങ്ങളെടുത്ത് സ്ലൈഡിൽ കൂടി നോക്കുമ്പോഴത്തേക്ക് നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് അറിയാൻ പറ്റും. പക്ഷേ നമുക്ക് എപ്പോഴും ഈ FNAC പോസിറ്റീവായിട്ട് വരണം, അല്ലെങ്കിൽ FNACയിൽ നമുക്ക് ഒരു അസുഖം ഉണ്ട് എന്നുള്ളത് കൺഫർമേറ്ററി ആയിരിക്കില്ല. അതിൽ ഉണ്ടെങ്കിൽ ഉണ്ട്, ഇല്ലെങ്കിൽ നമുക്കത് ഒട്ടും ഇല്ല എന്ന് പറഞ്ഞ് സ്ഥിരീകരിച്ച് വിടാനും പറ്റത്തില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് നമുക്ക് കുറച്ചുകൂടി ടിഷ്യൂ കിട്ടുന്ന രീതിയിൽ എടുക്കുന്ന ബയോപ്സികളുണ്ട്. ബയോപ്സി എന്ന് പറഞ്ഞാൽ കുത്തിപ്പരിശോധന, അല്ലെങ്കിൽ അത് പല രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റും. അതിൽ ഈ കുറച്ചുകൂടി കോശങ്ങൾ കിട്ടുന്ന രീതിയിലുള്ള കോർ ബയോപ്സി അങ്ങനെയുള്ള കാര്യങ്ങൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് അതിൻ്റെ എന്ത് തരത്തിലുള്ള മാലിഗ്നൻസി ക്യാൻസർ ആണ്, അത് എത്രത്തോളം നമുക്ക് അതിൻ്റെ ഒരു ഗ്രേഡും അതിൻ്റെ ഒരു അഗ്രസീവ്നെസ്സും കാര്യങ്ങളൊക്കെ നമുക്ക് ആ ബയോപ്സിയിൽ നിന്ന് അറിയാൻ പറ്റും. കൂടുതലായിട്ട് നമുക്ക് ബയോപ്സി കോശങ്ങൾ കിട്ടുന്നതിലൂടെ അഡീഷണൽ ആയിട്ടുള്ള ടെസ്റ്റുകൾ അതിനകത്ത് ചെയ്യാൻ പറ്റും. ഇപ്പം ചിലപ്പോൾ നമുക്ക് ഒരു മൊത്തത്തിലുള്ള ഒരു ക്യാൻസറിൻ്റെ, അതായത് ഒരു സ്ഥലത്തുള്ള ക്യാൻസർ പല രീതിയിൽ സ്പ്രെഡ് ചെയ്ത് പല പല ഭാഗങ്ങളിൽ എത്തിയിട്ടുണ്ടെങ്കിൽ ആ എത്തപ്പെട്ട ഭാഗങ്ങളിൽ നിന്ന്, അല്ലെങ്കിൽ നമ്മൾ മെറ്റാസ്റ്റാറ്റിക് സൈറ്റ് എന്ന് പറയുന്നത്, ആ സൈറ്റിൽ നിന്ന് ഒരു ബയോപ്സി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിൽ കുറച്ച് മാർക്കേഴ്സും കാര്യങ്ങളും ഈ ബയോപ്സി എടുക്കുന്ന സ്പെസിമെനിൽ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് എവിടെ നിന്ന് ഒറിജിനേറ്റ് ചെയ്യുന്നതാണ് എന്നുള്ള കാര്യമൊക്കെ അറിയാൻ പറ്റും. ചിലപ്പോൾ നമുക്ക് ഈ പ്രൈമറി ഓർഗൻ, അല്ലെങ്കിൽ നമുക്ക് അസുഖം ഉള്ള സ്ഥലത്തുനിന്ന് ബയോപ്സി എടുക്കാൻ ബുദ്ധിമുട്ടുള്ളതാണെങ്കിൽ ഈ സ്പ്രെഡ് ആയിട്ടുള്ള ഏതെങ്കിലും സ്ഥലത്തുനിന്ന് ബയോപ്സി എടുത്തിട്ട് അതിൽ പ്രത്യേക മാർക്കറുകൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ എവിടെ നിന്നാണ് അസുഖം ഒറിജിനേറ്റ് ചെയ്തതെന്നുള്ള കാര്യം കൃത്യമായിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. ബയോപ്സി എന്ന് പറഞ്ഞാൽ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കുത്തിപ്പരിശോധന രീതിയാണ്. അത് നമുക്ക് ട്യൂമർ എവിടെയാണോ ഉള്ളത് അത് ഡയറക്റ്റ് വേണമെങ്കിൽ കുത്തിപ്പരിശോധിക്കാം, അല്ലെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു അൾട്രാസൗണ്ടോ അല്ലെങ്കിൽ ഒരു സ്കാനിങ്ങിൻ്റെ ഹെൽപ്പോടുകൂടി നമുക്ക് കുത്തിപ്പരിശോധന നടത്താവുന്നതാണ്. എല്ലാ ക്യാൻസറുകൾക്കും നമുക്ക് ബയോപ്സിയുടെ ആവശ്യമില്ല. നമുക്ക് ചില ക്യാൻസറുകൾ, അതായത് ലിവർ ക്യാൻസർ, അതുപോലെ കിഡ്നിയിൽ വരുന്ന ചില തരത്തിലുള്ള ക്യാൻസറുകൾ എന്നിവയ്ക്ക് നമുക്ക് ചിലപ്പം കുത്തിപ്പരിശോധന ഇല്ലാതെ ഓവറിയിലൊക്കെ വരുന്ന ജേംസെൽ ട്യൂമേഴ്സ് എന്ന് പറയുന്നത്, അതൊക്കെ ട്യൂമർ മാർക്കേഴ്സും കാര്യങ്ങളും വെച്ചും പ്രത്യേക തരത്തിലുള്ള CT സ്കാനിലെ ഫൈൻഡിങ്സൊക്കെ വെച്ച് നമുക്കത് ക്യാൻസർ രോഗനിർണയം നടത്തി അതിൻ്റെ ചികിത്സകൾ ആരംഭിക്കേണ്ടതാണ്. അങ്ങനെയുള്ള അടിയന്തര ഘട്ടങ്ങളിലോ ഇങ്ങനെയുള്ള പ്രത്യേക തരത്തിലുള്ള സന്ദർഭങ്ങളിലോ നമുക്ക് ബയോപ്സി ഇല്ലാതെ ചികിത്സ ആരംഭിക്കാവുന്നതാണ്.